നമസ്കാരം. പിണറായി 10 മാസം കഴുകന്മാർക്കൊത്താതെ കൊണ്ടു നടന്ന തത്തയെ പുതിയ ആകാശം കണ്ടെത്താൻ കൂട് തുറന്നുവിട്ടതിന് പിന്നിൽ ആരാണ്? ചെന്നിത്തല നിഗൂഢതയും കുമ്മനം ദുരൂഹതയും ആരോപിക്കുമ്പോൾ പിണറായി പറയേണ്ടത് മണിയെക്കൊണ്ട് പറയിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞിട്ടും കട്ടിൽ ജേക്കബ് തോമസിൽ തന്നെ എന്ന് പിണറായി പറഞ്ഞത് കഴിഞ്ഞ മാസം 16-നാണ്. 15 ദിവസമാകുമ്പോഴേക്കും വിജയൻ തത്തയ്ക്ക് ചരമഗീതം രചിച്ചുവെന്ന് ചെന്നിത്തല പറയുമ്പോൾ ഉള്ളിൽ ചിരിക്കുന്നത് ആരൊക്കെയാണ്? മലബാർ സിമന്റ്സ് കേസിലും ജേക്കബ് തോമസിനെതിരെ IASകാർ കൈകോർത്തു എന്നത് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു കഴിഞ്ഞു. വിജിലൻസ് അറസ്റ്റ് ചെയ്ത MD പത്മകുമാറിനെതിരെ നടപടി വൈകിപ്പിച്ചത് മുൻ ചീഫ് സെക്രട്ടറി അടക്കം 3 ഉന്നത ഉദ്യോഗസ്ഥരാണ്. 121 ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയാണ് ഉദ്യോഗസ്ഥരുടെ ശുപാർശകൾ തള്ളി പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ആ സാഹചര്യം മാറിയത് വെറും 15 ദിവസത്തിനുള്ളിലായത് വെറുതെയല്ലെന്നാണ് വാർത്ത. വിജിലൻസ് ഡയറക്ടറെ മാറ്റാത്തത് എന്ത് എന്ന് ചോദിച്ച ജഡ്ജിയെ പിണക്കിയാൽ ലാവലിൻ വെള്ളത്തിലാവുമെന്ന് പിണറായിക്ക് വാദം 1-ന് 3 ലക്ഷം എണ്ണി വാങ്ങുന്ന അഭിഭാഷകൻ ഉപദേശിച്ചുവത്രേ. ഉദ്യോഗസ്ഥരുടെയും പാർട്ടിയുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ എതിർപ്പുകൾക്കപ്പുറം സ്വയം മുറിയുന്ന സാഹസം വേണ്ട എന്ന് പിണറായി ഉറപ്പിച്ചത് സാൽവേ ഉപദേശത്തിലാണെന്നാണ് വാർത്ത. കാർഡ് ഇറക്കിയുള്ള കളിക്കിടെ ചുവപ്പ് കാർഡ് കണ്ട് ജേക്കബ് തോമസ് പുറത്തു പോകുമ്പോൾ അഴിമതിക്കെതിരായ പ്രതിച്ഛായ ഉറപ്പിക്കാൻ ഇനി പിണറായിയുടെ പോരാളി ആരാകും? ജിഷ കേസിൽ പോലീസിനെതിരെ പറയാൻ വിജിലൻസിന് എന്ത് കാര്യമെന്ന് ചോദിച്ച ബെഹ്റ വിജിലൻസ് തലപ്പത്തും ഇരിക്കുന്നത് പിണറായി സർക്കാർ എങ്ങനെ വിശദീകരിക്കും? പാർട്ടി ഇടപെടാറില്ല സർക്കാർ കാര്യങ്ങളിലെന്ന കോടിയേരി പറയുമ്പോൾ പക്വത പോരാ പിണറായിയുടെ പോരാളിക്കെന്ന സെക്രട്ടേറിയറ്റിലെ വിമർശനം എന്തിനാണ് മറച്ചുവെക്കുന്നത്? അഴിമതിക്കെതിരെ മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് അവധിയിൽ പോകാൻ പറയുമ്പോൾ പിണറായി സർക്കാരും പ്രതിപക്ഷവും ജനത്തിന് നൽകുന്ന സന്ദേശമെന്താണ്? മിണ്ടാതെ ഉരിയാടാതെ പറയും പോലെ പ്രവർത്തിക്കുന്ന പോരാളി മതി ഇനിയെന്നാണ്. സംശയങ്ങൾ ഇങ്ങനെ വരുമ്പോൾ 6 ചോദ്യങ്ങളാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. ജേക്കബ് തോമസ് വിഷയത്തിൽ മറുപടി പറയേണ്ടത് വൈദ്യുതി മന്ത്രിയോ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ? സർക്കാർ തീരുമാനത്തിൽ പാർട്ടി ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞ കോടിയേരി കൈകഴുകുന്നത് എന്തുകൊണ്ട്? നിഗൂഢതയെന്ന ചെന്നിത്തലയും സ്വാഗതാർഹമെന്ന ഹസനും പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? സസ്പെൻഷനിൽ നിന്നും പത്മകുമാറിനെ സംരക്ഷിക്കാൻ IAS ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചത് എന്തിനാണ്? ജിഷ കേസിലെ രഹസ്യ റിപ്പോർട്ട് പരസ്യമാക്കിയതിന് പിന്നിലും IAS ലോബിയാണ്. സർക്കാരിനെ സ്തംഭിപ്പിച്ച IAS-IPS സമരം ഇളക്കി പ്രതീക്ഷയോടെ ഇല്ലാതാകും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ, BJP സഹയാത്രികനായ ശ്രീ KVS ഹരിദാസ് എന്നിവർ കൊച്ചിയിൽ നിന്നാണ്. ഭാസുരേന്ദ്ര ബാബു, ശ്രീ ആന്റണി രാജു, ശ്രീ ജോസഫ് C. മാത്യു എന്നിവർ തിരുവനന്തപുരത്തും. ചർച്ച തുടങ്ങുകയാണ്. ശ്രീ ആന്റണി രാജു, ആദ്യം താങ്കളോട്. ഇന്നിപ്പോൾ പിണറായി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പിണറായിക്ക് പറയാനുള്ളതാണോ M.M. മണി പറഞ്ഞിരിക്കുന്നത്? വീഴ്ച പറ്റിയിരിക്കുന്നു, അതുകൊണ്ടാണോ മാറ്റിയത് എന്ന്? അതാണോ സർക്കാരിൻ്റെ മറുപടി? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിന്ന UDF ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയൊരു ജനവികാരത്തിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കാര്യക്ഷമതയോടെ പ്രതിബദ്ധതയോടെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളത് കൊണ്ടാണ് ശ്രീ ജേക്കബ് തോമസിനെ പോലെ ഒരു സത്യസന്ധനെന്ന് പേര് കേട്ട അഴിമതി രഹിതനായ ഒരു പ്രവർത്തകനെന്ന് പൊതുവെ വികാരം ഉയർത്തിയ ശ്രീ ജേക്കബ് തോമസിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിജിലൻസിൻ്റെ തലപ്പത്ത് വെച്ചത്. എന്നാൽ നമുക്കറിയാം, അദ്ദേഹം അധികാരത്തിൽ കയറി അദ്ദേഹം ചുമതലയെടുത്തതിൻ്റെ അന്ന് തന്നെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലൂടെ മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും ഒക്കെ കാണിച്ച് ഏതാണ്ട് ഒരു കോമാളി വേഷം കെട്ടുന്ന അവസ്ഥയിലേക്കാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. തുടർന്ന് അങ്ങോട്ട് നിസ്സാര കാരണങ്ങളുടെ പേരിൽ ഫോൺ ചോർത്തുന്ന ഉടനെ ഞാൻ രാജിവെക്കാൻ പോകുന്നു, അതുപോലെ അതിനുശേഷം നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ IPSകാർ തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. IAS-IPS മേഖലകളിൽ സംഘർഷമുണ്ടായി. അനാവശ്യമായി കിഫ്ബി പോലെയുള്ള തുടങ്ങിയ സ്ഥാപനങ്ങൾക്കകത്ത് റെയ്ഡ് നടത്തി പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഏറ്റവും ഒടുവിൽ ജിഷ കേസിൽ ഒരു കാര്യവുമില്ല, വിജിലൻസിന് യാതൊരു കാര്യമില്ല. വിജിലൻസ് പരാതി വന്നാൽ പോലും വിജിലൻസിന്റെ പർവിയിൽപ്പെട്ടൊരു കാര്യമല്ലത്. കാരണം ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട ചുമതല
ക്രിമിനൽ കേസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ചുമതല ഒരിക്കലും തന്നെ വിജിലൻസിനില്ല. അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു DGP ഉണ്ട്, ലോ ആൻഡ് ഓർഡർ നോക്കാൻ. അപ്പോ തങ്ങളുടെ അധികാരം ഏറ്റവും ഒടുവിൽ വന്ന ഒരു വിഷയമായിട്ടാണ് ജിഷ അല്ല കേസ് ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ 10 പറഞ്ഞു മാസം തീർത്താൽ മുൻപ് അല്ലല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ തീർത്താൽ പുറത്തുവിട്ടു. ആര് പുറത്തുവിട്ടു? അല്ല ഞാൻ പറഞ്ഞു തീർത്താൽ ഞാൻ പൂർത്തിയാക്കാൻ സമയം തന്നാൽ മുഴുവൻ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ജിഷ കേസിന്റെ പേരിൽ അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കി ഉള്ള കേസുകൾ തന്നെ അന്വേഷിക്കാൻ സമയമില്ലാതിരിക്കുമ്പോൾ ഇതിന്റെ പുറകെ പോയി ഉടനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, ഇവർ പക്ഷേ കഴിഞ്ഞൊരു 3-4 മാസത്തിനിടയ്ക്ക് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ഒരു മാസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷമായ വിമർശനം എന്തൊക്കെയാണ് പറയുന്നത്? വിജിലൻസ് രാജാണോ കേരളത്തിൽ നടക്കുന്നത്? അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥനെ തലപ്പത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നത്? ഏറ്റവും ഒടുവിൽ നടത്തിയ പരാമർശനം വളരെ ഗൗരവമുള്ളത്, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, നീതിന്യായ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ നീതിപീഠം പോലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആത്മാഭിമാനമുള്ള ഉദ്യോഗസ്ഥനാണ് ശ്രീ ജേക്കബ് തോമസ് തന്നെ സ്വയമേ മാറേണ്ടത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അങ്ങനെയെങ്കിൽ കോടതി നിരീക്ഷണങ്ങളുടെ, കോടതിയിൽ നിന്ന് തുടർച്ചയായി വരുന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാറ്റുകയാണ് എന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടിയിരുന്നത്? അല്ല, അതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനമെടുക്കാതെ ജേക്കബ് തോമസ് ആ സ്ഥാനത്ത് നിന്ന് മാറുമെന്ന് കരുതാൻ ഞാൻ തയ്യാറല്ല. കാരണം മുഖ്യമന്ത്രി 2 കാരണങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ വകുപ്പിലുള്ള ആളാണ് അദ്ദേഹം. ഒന്ന്, മറ്റൊന്ന്, മുഖ്യമന്ത്രി അദ്ദേഹത്തെ പലതരം സന്നിഗ്ധതകളിലും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പ്രസ്റ്റീജ് കാർഡാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ. അത്തരം സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരമില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൗനസമ്മതമെങ്കിലും ഇല്ലാതെ ജേക്കബ് തോമസ് പുറത്തേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ക്യാബിനറ്റ് തീരുമാനിച്ച, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് തീരുമാനിച്ച വിജിലൻസ് കമ്മീഷൻ കേരളത്തിൽ രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി ക്യാബിനറ്റ് സജസ്റ്റ് ചെയ്തതും ജേക്കബ് തോമസിനെയായിരുന്നു. അതുകൊണ്ട് ജേക്കബ് തോമസ് വളരെ പെട്ടെന്ന് ഈ മന്ത്രിസഭയിൽ അഹിതനായി തീരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന യാതൊരു ഭൗതിക സാഹചര്യവും നിലവിലില്ല. നമുക്ക് പുതിയതായി പറയാവുന്ന ഏക കാര്യം സ്മൃതി ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കോടതിയുടെ കൺസിസ്റ്റൻ്റായ ഇടപെടലുകളാണ്. കൺസിസ്റ്റൻ്റായി കോടതിയെ ഒടുവിൽ പറഞ്ഞു ഇദ്ദേഹത്തെ മാറ്റിക്കൂടെ എന്ന നിലയ്ക്ക് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ IAS-കാരും IPS-കാരും രാഷ്ട്രീയക്കാരുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും, പ്രത്യേകിച്ച് വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുമ്പോൾ സംരക്ഷിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് പോലും സംരക്ഷിക്കുക ബുദ്ധിമുട്ടായി തീരും. ആ കാര്യങ്ങൾ അവിടെയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അത് പറഞ്ഞാൽ മതിയല്ലോ. കോടതിയിൽ നിന്ന് ആവർത്തിച്ച് വിമർശനങ്ങൾ വരുന്നു. ഇനിയും ഈ ഉദ്യോഗസ്ഥൻ ഈ സ്ഥാനത്ത് തുടരണോ എന്ന് കോടതി ചോദിച്ചത് കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ഞാൻ ഉദ്യോഗസ്ഥരെ മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ പോരെ? കോടതി വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ, മണിയെ കൊണ്ടല്ലോ പറയിക്കേണ്ടത്. അല്ല, അത് മണിയെ കൊണ്ട് പറയിച്ചു എന്നത് നമുക്കൊരിക്കലും തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണ് സ്മൃതി. പക്ഷേ ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാവുന്ന യാതൊരു തെളിവും ഇക്കാര്യത്തില്ല. സാന്ദർഭികമായ തെളിവ് പോലുമില്ല. മറിച്ച് അദ്ദേഹം 25 ദിവസത്തേക്ക് ലീവ് എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ലീവ് എടുക്കുന്നതിനോട് ശ്രീ ജോസഫ് സി മാത്യു, ഇതിലിപ്പോൾ അവസാനം പറഞ്ഞ കാര്യം തന്നെയാണ്. ഏത് കോടതിയാണ് ഇത് പറയുന്നത്, ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറയുന്നത് എന്നത് തന്നെയല്ലേ പ്രധാനം? അവിടെയാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത്. ആ ജഡ്ജിയെ പിണക്കുന്ന മറ്റൊന്നും പാടില്ല എന്നുള്ള ഉപദേശം മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അത് ശരിവെക്കുന്നതാണ് ഈ കാര്യങ്ങളെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരില്ല. അതുകൊണ്ടായിരിക്കില്ല പിണറായി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും തുറന്നു പറയാത്തത്. അത് സ്മൃതി നമുക്ക് ഊഹിക്കാനേ കഴിയുള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു ഇപ്പോൾ പറഞ്ഞ പോലെ 15 ദിവസം, നിങ്ങളുടെ വാർത്തയിലും പറഞ്ഞ പോലെ 15 ദിവസം മുമ്പ് നമ്മുടെ ജനങ്ങളോട് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മറുപടി നൽകേണ്ട നിയമസഭയുടെ ഫ്ലോറിൽ വെച്ച് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ ശ്രീ ജേക്കബ് തോമസിന് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപ് നടന്ന പല കാര്യങ്ങൾ ശ്രീ ആൻ്റണി രാജു കൂടെ പറഞ്ഞു. അതിനകത്ത് ചില കാർഡ് എടുത്ത് കാണിച്ചതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥനെ പൂർണ്ണമായി എൻഡോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ മാറ്റാൻ ചിലരെ ഗൂഢാലോചന നടത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട, നിങ്ങൾ ചിലരതിന് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി നമ്മളോട്, ജനങ്ങളോട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞതാണ്. അതിനുശേഷം നടന്ന ഏക സംഭവം എടുത്തു പറയാവുന്നത്, നമുക്ക് പബ്ലിക് ഡൊമൈനിലെങ്കിലും ഉള്ളത് ഈ കോടതിയുടെ പരാമർശമാണ്. കോടതിയുടെ പരാമർശം
കോടതിയോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയാം, ഈസ് ടോട്ടലി അൺവാറൻറ്റഡ്. ഒരു എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ് വിജിലൻസിൻ്റെ തലപ്പത്ത് ആരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ആ കോടതി ജഡ്ജിയുടെ മുന്നിൽ വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം കമൻറ്റുകൾ പറയാൻ. പലപ്പോഴും കോടതി അവിടെ നടക്കുന്ന വാക്കാൽ പരാമർശങ്ങളെക്കുറിച്ച് കാര്യമായി അറിയാതെ ആ ചോദ്യങ്ങൾ തീരുമാനങ്ങളാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന മാധ്യമങ്ങളെ ശകാരിച്ചിട്ടുണ്ട്. ഇതേ കോടതി തന്നെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പത്രവാർത്തകളുടെ പോലും അടിസ്ഥാനത്തിൽ ചില ജഡ്ജ്മെൻറ്റുകൾ പാസ്സാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ജിഷ കേസിലെ വിജിലൻസിൻ്റെ ഇടപെടലിനെ കുറിച്ച്, അത് ഈ കോടതിയുടെ വിധിയിൽ പോലും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാക്കാലുള്ള പരാമർശം മാത്രമല്ല, റിട്ടേണായിട്ട് പോലും. അങ്ങനെ അത് പറയാൻ അത് ആ കോടതിയുടെ മുൻപിലുള്ള വിഷയമേ അല്ല, മറ്റൊരു കേസിലിരിക്കുന്ന പത്രവാർത്തകളുടെയോ കേട്ടുകേഴ്വിയുടെയോ അടിസ്ഥാനത്തിൽ പറയാണ്. ഞാനത് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വന്നൊരു പരാതി, വിജിലൻസ് കോടതി വിജിലൻസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വിജിലൻസ് അന്വേഷിക്കുകയും ജനുവരി 7-ാം തീയതി അത് സംബന്ധിച്ചുള്ള ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വളരെ രഹസ്യമായി ആഭ്യന്തര വകുപ്പിന് കൊടുക്കുകയും ചെയ്തു. ആ രഹസ്യമായ രേഖ ജനുവരിയിലാണ് നൽകിയെന്ന് കേൾക്കുന്നു. ഇത്രയും ജനുവരിയിലാണ് നൽകിയത്. ഇപ്പോൾ പുറത്തു വിട്ടതിന് പിന്നിൽ അദ്ദേഹം പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചത് തന്നെയാണ്. ഞാനത് തന്നെയാണ് പറയുന്നത്. വളരെ വളരെ ശക്തമായ ഒരു ലോബി ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെയാണല്ലോ പറഞ്ഞത്. കട്ടിൽ കണ്ട് പനിക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണല്ലോ. അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ കോടതിയുടെ മുന്നിൽ വരുന്ന വസ്തുതകൾ അനുസരിച്ച് വേണം പരാമർശങ്ങൾ നടത്താൻ. ഒരു പോസ്റ്റിൽ ആരിക്കണം ആരിക്കേണ്ട എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ കോടതിയല്ല, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ കൂടി ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് മുൻപോട്ടുള്ള പോക്കിൽ ഒരുപാട് നടപടികൾ എടുക്കേണ്ടി വരും തീർച്ചയായും. ശ്രീ ജോസഫ് വാഴക്കൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണോ? ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ ഒരു നിഗൂഢത ആരോപിക്കുന്നുണ്ട്. എന്തിനാണ് ഈ നിഗൂഢത ആരോപിക്കുന്നത്? കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രമല്ല, രമേശ് ചെന്നിത്തലയാണ് ഒരു കേസിൽ കക്ഷിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇത്ര അത്ഭുതപ്പെടേണ്ടതും നിഗൂഢത സംശയിക്കേണ്ടതും ആയ കാര്യം എന്താണ് ശ്രീ ജോസഫ് വാഴക്കൻ? അല്ല, നിഗൂഢതയുണ്ട്. രമേശ് ചെന്നിത്തല കൊടുത്ത കേസിൽ വളരെ കൃത്യമായി കോടതി വിധി പറയുകയും ആ വിധിക്കെതിരായി ശ്രീ ജേക്കബ് തോമസ്, ഈ ഡയറക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വലിയ ബോർഡ് പ്രദർശിപ്പിച്ച് ഇനി വലിയവരുടെ കേസൊന്നും ഇഞ്ഞു കൊണ്ടുവരണ്ട, ചെറിയ കേസ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് പ്രദർശിപ്പിച്ച് കോടതി വിധിയെ പരസ്യമായി തന്നെ വെല്ലുവിളിച്ചതാണ്. അന്നൊന്നും ഈ ഗവൺമെൻറ്റിന് ഒരു ഷോക്കോസെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. കോടതി വിധിയെ പരസ്യമായ ഒരു ഉദ്യോഗസ്ഥൻ വെല്ലുവിളിച്ചാൽ അത് കോടതി ഇടപെടുന്നതിന് മുമ്പ് തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഷോക്കോസെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. അതുപോലും കൊടുക്കാതെ അതിനുശേഷം നിരവധി കാര്യങ്ങളിൽ ഈ വിജിലൻസിനെതിരെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടും അന്നൊക്കെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പണ്ട് പ്രതിച്ഛായ ഇത്ര കുറവായിരുന്നു. ആ ഇല്ലാത്ത പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ജേക്കബ് തോമസിനെ പിന്താങ്ങിക്കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്നത്. കാരണം ലാവലിനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയൊക്കെ ഫുള്ള് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഞാനത് നേരത്തെ പലതവണ ആവർത്തിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി മാത്രമാണ് ജേക്കബ് തോമസിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച്, കാരണം അതിന് പിന്തുണ കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എല്ലാവരും അദ്ദേഹത്തിനെതിരായിരുന്നു. പക്ഷേ ഇവിടെ ഈ കോടതി വിധിയും അതിന് പോലും ഉണ്ടായിട്ട് പോലും അദ്ദേഹം അതിന് ശേഷമാണ് നിയമസഭയിൽ ന്യായീകരിക്കുകയും ഈ കട്ടിൽ കണ്ട ആരും പനിക്കണ്ട എന്ന് പറയുകയും ചെയ്തത്. ഇത്രയും കൃത്യമായി അതെ കോടതി വിധിക്ക് ശേഷമാണ് ശങ്കർ റെഡ്ഡിയുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യമാണ്. ശങ്കർ റെഡ്ഡിയുമായി ബന്ധപ്പെട്ട കേസിൽ പരസ്യമായി കോടതിയെ വെല്ലുവിളിച്ചപ്പോൾ അന്ന് ഗവൺമെൻറ് ഒരു ഷോക്കോസെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാതെ അതിനുശേഷം ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഈ കട്ടിൽ കണ്ടാലും പനിക്കണ്ട എന്ന് പോലും വലിയ ധീരമായ നിലപാടെടുത്ത മുഖ്യമന്ത്രിക്ക് ഈ 15 ദിവസം കൊണ്ട് എന്താ സംഭവിച്ചത്? നേരത്തെ നിങ്ങൾ തന്നെ ശ്രീ ജോസഫ് സി മാത്യുവിനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിനകത്ത് അതുണ്ട്. അതുതന്നെ ഇതിന് ഉപദേശം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പഴയ ലീഗൽ അഡ്വൈസറാണ്, നിയമോപദേഷ്ടാവാണ്, അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ മാത്രമാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ബലി കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ കുമ്മനം ദുരൂഹത ആരോപിച്ചിരിക്കുന്നു. ഈ സ്ഥാനചലനത്തിൽ ദുരൂഹത ആരോപിച്ചിരിക്കുകയാണ്. ഈ ദുരൂഹത എന്ന് പറയുമ്പോൾ ലാവ്ലിനുമായി ബന്ധപ്പെട്ടാണോ BJPയും സംശയിക്കുന്നത്?
അല്ല സ്മൃതി, ഇത് ലാവലിൻ്റെ കാര്യത്തിലേക്ക് വന്നേക്കാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ഗവൺമെൻറ് രൂപം കൊള്ളത് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യം മുതലേ. കാരണം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതിയും അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ക്യാമ്പയിൻ തന്നെ നടന്നത്. ജേക്കബ് തോമസിനെ മുൻനിർത്തി അവരൊരു വലിയൊരു ക്യാമ്പയിൻ തന്നെ ഇലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായിട്ട് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ ഒരു ബിംബമായിരുന്നു ജേക്കബ് തോമസ്. നമുക്കത് കാണാതെ പോകാൻ പറ്റുമോ? അത്തരം ഒരാളെ ഇത്ര പെട്ടെന്ന്, ഇപ്പോൾ എല്ലാവരും സൂചിപ്പിച്ചല്ലോ, 15 ദിവസം മുമ്പ് നിയമസഭയിൽ അദ്ദേഹത്തിനെ പരസ്യമായിട്ട് ന്യായീകരിച്ചതിൻ്റെ പുറകെ അദ്ദേഹത്തിനെ മാറ്റിയതിന് ദുരൂഹത തന്നെയുണ്ട്. ആ ദുരൂഹത ഇപ്പം എല്ലാവരും പറയുന്ന പോലെ കോടതിയിലെ പരാമർശമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കോടതിയിൽ വരുന്ന ഓപ്പൺ കോർട്ടിൽ നടത്തുന്ന ഇൻഫോർമലായിട്ടുള്ള പരാമർശങ്ങളുടെ പേരിൽ എത്ര ഉദ്യോഗസ്ഥന്മാർ ഇവർ മാറ്റിയിട്ടുണ്ട് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ? അങ്ങനെ വന്നാൽ കേരളത്തിൽ ഏതെങ്കിലും IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഈ കസേരയിൽ ഇരിക്കാൻ പറ്റുമോ? രാവിലെ മുതൽ കോടതി സിറ്റിംഗ് തുടങ്ങിയാൽ എത്ര പേർക്കെതിരായിട്ട് ഇവർ പരാമർശങ്ങൾ നടത്താറുണ്ട് ഈ ജഡ്ജിമാർ? അതൊന്നും ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമാവാറില്ല ഒരിക്കലും. പക്ഷേ ആ പരാമർശങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ ഗവൺമെൻറ് തുനിഞ്ഞാൽ കേരളത്തിലെ IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് നിലനിൽക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിന് തുടരാൻ പറ്റുമോ? അതൊന്നുമല്ല. കാരണം അതല്ലാത്ത വേറെ എന്തോ ഇതിൻ്റെ പിന്നിലുണ്ട്, സംശയമില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. പ്രതികരണം നടത്തി കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പിണറായി ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം വ്യാഖ്യാനങ്ങൾ വരുന്നത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് കരുതുന്നു. മറ്റെന്തൊക്കെയോ നിഗൂഢത ആരോപിക്കുന്നു. ആ നിഗൂഢത നിങ്ങൾ മാറ്റിക്കൂടി പിണറായിക്ക്? അല്ല, അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്ത് പിണറായിക്ക് നിഗൂഢത മാറ്റേണ്ട ഉത്തരവാദിത്വമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ. പക്ഷേ ഒരു കാര്യം കൃത്യമാണ്, ഈ ജേക്കബ് തോമസ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികഗതിയിൽ ഇപ്പോൾ KVS ഹരിദാസ് പറഞ്ഞതുമാതിരി ഇടതുപക്ഷ സർക്കാർ ഉയർത്തിപ്പിടിച്ച അഴിമതി വിരുദ്ധ ധാർമ്മികതയ്ക്ക് ഒരു ക്ഷതം സംഭവിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ചില അനുമാനങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നത്, KVS ഹരിദാസ് പറഞ്ഞല്ലോ കോടതിയുടെ വിമർശനം വന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന്. ഏതുതരം വിമർശനമായിരുന്നു ശ്രീ ഹരിദാസ്? ഇവിടെ കോടതി പറയുകയാണ് അതിൻ്റെ എല്ലാ നിയമങ്ങളും സീമകളും ലംഘിച്ച് ലക്കും ലഗാനുമില്ലാതെ, ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, പറഞ്ഞുകൂടാത്ത കാര്യം ഈ ഓഫീസറെ മാറ്റാത്തത് എന്ത്? അതൊന്നും പറഞ്ഞുകൂടാ കോടതി. ആ കോടതിക്ക് പറഞ്ഞുകൂടാത്ത കാര്യം കോടതി പറയുമ്പോൾ കോടതിയെ നമുക്ക് എതിർക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് ചില മര്യാദകൾ കൊണ്ട് വേറെ ഒരു വഴിയും ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരില്ല. അല്ലാതെ ഈ കട്ടിൽ കണ്ട് പനിക്കേണ്ട വിശ്വാസത്തിലെടുക്കുക, കോടതിയെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാരല്ലേ ശ്രമിക്കേണ്ടത്? എന്തുകൊണ്ട് വിജിലൻസ് തലപ്പത്ത് അദ്ദേഹം ഇരിക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിന് വിശദീകരിക്കാമല്ലോ. പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി ഉരുളയ്ക്കുപ്പേരി പോലെ പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. അതേ ന്യായങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ നിരത്താനാകുന്നില്ല സർക്കാരിന്? കോടതി 5 ദിവസം അടുപ്പിച്ചിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ, ആ പറച്ചിലിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് സത്യത്തിൽ നാം എല്ലാം പരിശോധിക്കേണ്ടത്. ഈ കാര്യത്തിൽ സ്മൃതി കണ്ടുപിടിച്ചൊരു വലിയ കണ്ടുപിടുത്തമുണ്ട്. അത് ലാവ്ലിൻ കേസാണ്.